എത്തല്ല ചങ്ങായിമാരെ, ഈ ഒരു വീഡിയോ നിങ്ങളിൽ പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി നമ്മളെ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. ഇത് ഹാമിദ് ആറ്റക്കോയ, ഈ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടില്ല നിങ്ങൾ? ആരാണ് മുസ്ലിം? അള്ളാഹുവിലും റസൂലിലും അന്ത്യനാളിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ഏകദൈവ വിശ്വാസം. ഒരു മുസ്ലിമിന് ഒരു സംശയം, ആഖിറുണ്ടോ ഇല്ലേന്ന്, എങ്കിൽ അവൻ മുസ്ലിം അല്ല. നിങ്ങളൊരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് മാത്രം നിങ്ങളെ മുസ്ലിം ആവല. അടിയുറച്ച് വിശ്വസിക്കണം. ഈ ലോകത്ത് എല്ലാവരും ജനിക്കുന്നുള്ളത് മനുഷ്യ കുഞ്ഞായിട്ടാണ്. ഈ ലോകത്ത് വന്നതിന് ശേഷമാണ് അവർ മതം പഠിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മതമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹൈന്ദവൻ എന്താണ്? അവന് ഒന്നിൽ കൂടുതൽ ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. അവർക്ക് അവരുടെ ഇഷ്ട ദൈവമുണ്ട്, അവർക്ക് വിശ്വാസവും ആചാരങ്ങളുണ്ട്. അതിലൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കൈകടത്തരുത്. ഇവിടെ തേന് വേങ്ങാവുന്ന ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ ആഗ്രഹം സഫലമാവും, എൻ്റെ രോഗം ശിഫയാകും, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കും, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവുന്നു. അങ്ങനെ വിശ്വാസമുള്ളത് കൊണ്ടാണ് പല ആളുകളും ഈ ഒരു മനുഷ്യനെ കാണാൻ വരുന്നുള്ളത്. അതിൽ മറ്റുള്ള മതസ്ഥരും ഉണ്ടാവും. പക്ഷേ ഈ ഒരു മനുഷ്യനെ അവിടെയുള്ള ഹൈന്ദവ സഹോദരിമാരോടും അമ്മമാരോടും പറയാണ്, ഇവിടെ ഞാൻ തേനിലൂതുന്ന സമയത്ത് നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ആകാശഭൂമിൻ്റെ ഇടയിലുള്ളതെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അവനേകനാണ്. അവൻ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും റിസ്ക് നൽകുന്നു എന്ന് വിശ്വസിക്കുന്ന, ഏകഹിലായനെ വിശ്വസിക്കുന്ന ഒരാൾ പറയാണ്, നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കുകയെന്ന്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ വിശ്വാസം എവിടെ പോയി നിൽക്കുന്നുണ്ട്? എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ? അവിടെയുള്ള ഉസ്താദുമാർ ഇത് തിരുത്തി കൊടുക്കുന്നില്ല എന്നാണ്. ഞാൻ പഠിച്ച 5ാം ക്ലാസ്സാണ്. പക്ഷേ ആ ഉസ്താദുമാർ പഠിച്ചെത്രയാണ്? ആ ഉസ്താദുമാർ എന്തുകൊണ്ട് തിരുത്തി കൊടുക്കാത്തതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പൈസ കിട്ടുന്ന കനം കുറയുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന. കുറഞ്ഞ പക്ഷം ആ ഉസ്താദുമാർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നു. ഈ ഒരു തേന് കൊടുക്കുന്ന സമയത്ത് അവർ ഗുരുവായൂരപ്പനെയോ കൃഷ്ണനെയോ ഗണപതിയെയോ രാമനെയോ ആരെ വേണമെങ്കിൽ വിചാരിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ വിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ആത്മീയ ചൂഷണം ചെയ്യുന്ന ആളുകളെടുത്ത് പോകുന്നത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാണ് ഇവരുടെ ഏറ്റവും വലിയ ബലം. നിങ്ങൾ ഇവരുടെ അടുത്ത് പോകുന്നതാണ് ഇവരുടെ ബലം. നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളടുത്ത് പോയില്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകല. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം, എന്നിട്ട് തവക്കൽ ചെയ്യണം. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാതെ ഞാൻ പാസ്സാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പണിക്ക് പോകാതെ മാസം ശമ്പളം കിട്ടണമെന്നിട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ തവക്കലാക്കണം. മനസ്സിലായില്ല? അല്ലാതെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെടുത്ത് പോയാൽ നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും മാറില്ല. നിങ്ങൾ പഠിച്ച്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത്, നിങ്ങൾ പണിയെടുത്ത്, നിങ്ങൾ സേവിങ്സ് ആക്കിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലേ? ഒരാൾക്ക് ആരോഗ്യമുണ്ട്, അയാൾ പണിക്ക് പോകുന്നില്ല, അയാൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്, എന്നിട്ട് മാസം ശമ്പളം കിട്ടുകയാണെങ്കിൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം തേട് എന്ന് പഠിപ്പിച്ചപ്പോൾ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം ഇസ്ലാം, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടുന്നു റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുള്ള എന്താണ്? കുറച്ചെങ്കിലും ചിന്തിച്ച് നോക്ക്. നിങ്ങൾ പണ്ടുള്ള സഹാബാക്കൾ പണിയെടുത്താ ജീവിച്ചത്. അവരിതുപോലെ കാര്യങ്ങൾ ബിസിനസ് ചെയ്തിട്ടല്ല ജീവിച്ചത്. നിങ്ങൾക്ക് രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, നിങ്ങൾ ചികിത്സിക്കുക, എന്നിട്ട് പഠിച്ചവനോട് തേട്, എൻ്റെ രോഗം ഷെഫിയാക്കണ്ടേന്ന്. നിങ്ങൾക്ക് ചികിത്സിച്ച് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടാവും, അത് ബാത്തിലാക്കാൻ നോക്ക്. അതല്ലാതെ ഇതുപോലുള്ള ആളുകളടുത്ത് പോയി ഇവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ പിന്നെയും ഇവർ നിങ്ങളോട് പൈസ ആവശ്യപ്പെടുകയുള്ളൂ. പൈസ മതിയായിട്ട് ഇനിയും വേണമെന്ന്. അതല്ല നിങ്ങളെ ജീവിതം മുന്നോട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കരുത്.
ഇവരെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ? പെണ്ണുങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കുക.